ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ആത്മാക്കളുടെ വിവേചനത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 12:10 മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം എന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അഥവാ അതിൻ്റെ ഒരു ഗ്രീക്ക് വാക്ക് ഡിയാക്രിസൈസ് ന്യൂമാറ്റിക്കോൺ എന്ന ഒരു വാക്കാണ്. അഥവാ ഡിസ്റ്റിങ്വിഷിംഗ് ഓഫ് സ്പിരിറ്റ്സ് എന്നാണ്. ആത്മാക്കളുടെ വിവേചനം, അതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ ആത്മാക്കളെയും നമുക്ക് കണ്ണടച്ചങ്ങ് വിശ്വസിക്കുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ആത്മാക്കൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെങ്കിലും അത് ദൈവവചനാടിസ്ഥാനത്തിൽ ബന്ധപ്പെടുത്തിയാണോ എന്ന് ശോധന ചെയ്ത് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ അങ്ങനെ തോന്നിപ്പിക്കാം. യേശുവിൻ്റെ ശുശ്രൂഷയിൽ ചില അശുദ്ധാത്മാക്കളെ കർത്താവ് ശാസിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പള്ളിയിൽ പോലും മർക്കോസിന്റെ സുവിശേഷം 1:23 മുതൽ അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസ്രയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്നവൻ പറഞ്ഞു. അശുദ്ധാത്മാവാണ് അവനിൽ വ്യാപരിച്ചിരിക്കുന്നത്. എന്നിട്ടും അവന് കാര്യങ്ങൾ അറിയാം. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്നൊക്കെ അവൻ യേശുവിനെ കുറിച്ച് സാക്ഷി പറയുകയാണ് പള്ളിക്കകത്ത്. പക്ഷെ അവനിൽ വ്യാപരിച്ചിരുന്നത് തികച്ചും അശുദ്ധാത്മാവായിരുന്നു. അത് കർത്താവ് തിരിച്ചറിഞ്ഞു. അവനിലെ അശുദ്ധാത്മാവിനെ ശാസിക്കുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെയൊക്കെയാണ് ആത്മാക്കളുടെ വിവേചനം ആവശ്യമായിരിക്കുന്നത്. പൗലോസ് താന് ദൈവാലയത്തിലേക്ക് അല്ലെങ്കിൽ ശിലാസുമായി കടന്നു ചെല്ലുമ്പോൾ അവിടെ അപ്പസ്തോല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ ആ അശുദ്ധാത്മാവ് ബാധിച്ച വെളിച്ചപ്പാടത്തിയായ സ്ത്രീ, അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ച് പറഞ്ഞു. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൾ പറഞ്ഞത് വളരെ നല്ലൊരു പ്രവചനമാണ് എന്ന് തോന്നാം. അവൾ പറഞ്ഞത് എന്താണ്? അവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം അറിയിക്കുന്നവർ തുടങ്ങിയതായ കാര്യമൊക്കെ അവൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ കേൾക്കുമ്പോൾ നല്ല കാര്യമാണ്, നല്ല ദൂതാണ്. പക്ഷെങ്കിൽ പൗലോസ് ദൈവാത്മാവിൽ മനസ്സിലാക്കി വിളി പറയുന്നത് ഭൂതാത്മാവിലാണ്. ഭൂതത്തിന്റെ സാക്ഷ്യം ദൈവത്തിന് ആവശ്യമില്ല, ദൈവത്തിന്റെ ദാസന്മാർക്കും ആവശ്യമില്ല. അതുകൊണ്ട് അവളിലെ ആ ഭൂതാത്മാവിനെ ശാസിക്കുന്നതും അവളെ കൊണ്ട് വളരെ ലാഭം വരുത്തിയിരുന്നതായ യജമാനന്മാരുടെ ലാഭമെല്ലാം പൊയ്പോകുന്നതും, പിന്നീട് അവർ കാരാഗ്രഹത്തിൽ ദൈവത്തിന്റെ ദാസന്മാർ അടയ്ക്കപ്പെടുന്നതും, എന്നാൽ ദൈവം അവരെ വിടുവിക്കുന്നതും ഒക്കെയാണല്ലോ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഏത് ആത്മാവിനെയും വിശ്വസിക്കുവാനായിട്ട് പാടില്ല. ചില രോഗങ്ങൾ ഈ അശുദ്ധാത്മാക്കൾ വരുത്തുന്നവയാണ്. രോഗങ്ങൾ അവർ വരുത്തുമ്പോൾ തന്നെ ചില അത്ഭുതങ്ങളും അവർ കാണിക്കാറുണ്ട് ഇങ്ങനെയുള്ള ആത്മാക്കളിലൂടെ. അതുകൊണ്ട് ചില അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടോ
ചില കാര്യങ്ങൾ നടന്നതുകൊണ്ടോ ഒന്നും അങ്ങനെയുള്ള അശുദ്ധാത്മാവിനെ ആരും വിശ്വസിക്കരുത്. അല്ലെങ്കിൽ ദൈവാത്മാവിനെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതിന് ആത്മാക്കളുടെ വിവേചനം ഏറ്റവും അത്യാവശ്യമാണ് എന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കൂടുതൽ സമയം അന്യഭാഷ പറഞ്ഞതുകൊണ്ടോ കൂടുതൽ സമയം പ്രാർത്ഥിച്ചതുകൊണ്ടോ അതെല്ലാം ആത്മാവിലാകണമെന്നില്ല. ഒരിക്കലൊരു ദൈവദാസൻ ഒരിടത്ത് തന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ ആ സഭ വലിയ ഉണർവിലാണ്. എല്ലാവരും നല്ലപോലെ കൈയടിച്ച് ആരാധിക്കുന്നുണ്ട്. രക്തം ജയം രക്തം ജയം എന്ന് പറഞ്ഞ് ആരാധിക്കുന്നു. പ്രത്യേകിച്ച് അതിനെ ലീഡ് ചെയ്യുന്നത് ഒരു സഹോദരിയാണ്. എന്നാൽ ഈ ദൈവദാസനിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ആ കൂടുതൽ ആരാധിക്കുന്ന ആ സഹോദരിയുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് താൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്, കേൾക്കുമ്പോൾ എല്ലാവരും രക്തം ജയമെന്ന് പറയുന്നെങ്കിലും പറയുന്നത് രക്തം ജയമെന്നല്ല, അഥവാ യേശുവിന്റെ രക്തം ജയമെന്നല്ല, പറയുന്നത് രത്നം ജയം രത്നം ജയം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സകല രത്നങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരുന്ന ഒരു കാലത്തായിരുന്ന ലൂസിഫറിനെയും കൂട്ടരെ ഇവൾ ആരാധിക്കുകയാണ്. അതാ ദൈവദാസന് വെളിപ്പെട്ടു. അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു, ആ ഭൂതാത്മാവിനെ. അതോടെ കറണ്ട് പോയതുപോലെ അവിടുത്തെ ആ അന്യാരാധന കെട്ടടങ്ങുവാനായിട്ടിടയായ അനുഭവം ആ ദൈവദാസന്റെ ശുശ്രൂഷയിൽ അദ്ദേഹം സാക്ഷി പറഞ്ഞത് കേൾപ്പാനിടയായിട്ടുണ്ട്. ഇങ്ങനെ ചിലപ്പോഴൊക്കെ സഭയെ നിയന്ത്രിക്കുന്നത് പോലും കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നും അത് ആത്മീകമാണെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ തിരിച്ചറിയേണ്ടത് ആത്മാക്കളുടെ വിവേചനം ഏറ്റവും അത്യാവശ്യമാണ്. എല്ലാ ആത്മാക്കളെയും നമുക്ക് വിശ്വസിക്കുവാനായിട്ട് ഒരിക്കലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവവചന വെളിച്ചത്തിൽ തിരിച്ചറിഞ്ഞ് നമ്മുടെ ശുശ്രൂഷയും ക്രിസ്തീയ ജീവിതവും മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് ദൈവകൃപ പ്രാപിച്ച് മുൻപോട്ട് പോകാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.
ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിയിടുവാൻ ഞങ്ങൾ സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നിൻ സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ.